ക്യാമറകളൊക്കെ ഇല്ലാത്ത ഞാൻ അറിയില്ല. അതിന് ഉറക്കം വരിണ്ട ഉറക്കം. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തി? ആ കയ്യിന്ന് പോയില്ലാത്തു. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം വരുവാള്. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എ ന്യൂ ഫ്രഷ് എപ്പിസോഡ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഫുൾ വോയിസ് ഓവറേ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഓക്കോർഡ് ഫീലിംഗ്. ആത്തൂതാണ് ക്യാമറകളൊക്കെ ഇല്ലാത്തു. ആത്തൂന് ഉറക്കം വരിണ്ട ഇപ്പോൾ ഉറങ്ങിയിട്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിലൊക്കെ ആകെ മെസ്സായിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ടു ഡേയ്സ് പറയുമ്പോൾ മറ്റന്നാൾ നാട്ടിൽ പോണ്. സോ അതിൻ്റെ പാക്കിങ് കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ മെയിൻലി ഞാൻ എവിടെ പറഞ്ഞു നിർത്തി? ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇപ്രാവശ്യം വോയിസ് ഓവർ മാക്സിമം കുറക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. എനിക്ക് വേഗം ഇടണം എന്നുണ്ട് ഈ വീഡിയോ. മിക്കവാറും ഇടാൻ പറ്റും. കയ്യിന്ന് പോയില്ലാത്തു. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റിയിൽ ഇത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം സൗണ്ട് റേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ താഴെ തന്നെ പാർക്കുണ്ട്. സോ കുട്ടികൾ കളിക്കുന്ന സൗണ്ടും എന്തെങ്കിലുമൊക്കെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. സോ നെക്സ്റ്റ് ടൈം ഞാൻ മാക്സിമം മൈക്ക് വാങ്ങിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ റൈറ്റ്, നമുക്ക് പാക്ക് ചെയ്യാം. അത്തു പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യാം. പറഞ്ഞ ഇതിലെന്താ ഇതിൽ നമ്മൾ പാക്ക് ചെയ്യാൻ പോണത്. ആക്ച്വലി ഈ സൈഡിൽ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ന്യൂ ബോൺ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസും ടർക്കി ടവൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിക്കണില്ല. പിന്നെ ആക്ച്വലി ഇപ്പോൾ ജെൻഡർ റിവീൽ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നില്ല. പിന്നെ ഈ കിടക്കുന്നതൊക്കെ സത്യം പറയാലോ, ഇത് ഈ ബാഗിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയത്തിൻ്റെ ഡ്രസ്സുകൾ ഇവൾക്ക് പാകമില്ലാത്തതും അതുപോലെ തന്നെ എനിക്ക് ഇവളുടെ കുറേ മുന്നത്തെ ചെറുതിലെ ഡ്രസ്സുകൾ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് കളയാൻ അല്ലെങ്കിൽ ഒന്നിനും ഡൊണേറ്റ് ചെയ്യാൻ ഒന്നിനും തോന്നാത്ത ഡ്രസ്സുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അത് ഇപ്പോൾ ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡൊണേറ്റ് ചെയ്യാനും പിന്നെ പാകമില്ലാത്ത വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ ഇപ്പം ഓൾമോസ്റ്റ് പാകമായിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ അത് നാട്ടിലേക്ക് പാക്ക് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ ഐ തിങ്ക് ചില വേർഡ്സൊന്നും എനിക്ക് കിട്ടുന്നില്ല. നായി പോകുന്നുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ റെഡി ആവുമായിരിക്കും. പിന്നെ ഞാൻ ചെയ്ത് വെച്ച വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് നന്നായിട്ട് കിതക്കുന്നുണ്ട് എല്ലാത്തിലും. എനിക്ക് തോന്നുന്നു പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടുള്ള ഒരു കിതപ്പായിരിക്കണം. അല്ലെങ്കിലും എനിക്ക് സംസാരം എൻ്റെ കുറച്ച് ഫാസ്റ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇനി അതും ഉണ്ടാവും ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നന്നായിട്ട് കിതക്കുന്നുണ്ട്. അതെടുക്കാം. അവിടെ നിന്നിടാ. ഇത്ര നേരം അവള് ഈ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് കളിക്കായിരുന്നു. ഇപ്പൊ അതിനോട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഒക്കെ ആൾക്ക് പോയി. ഈ ഡ്രസ്സുകളൊക്കെ ആയത്തിന് ഞാൻ പാകം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വലിയ ഡ്രസ്സുകളായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാതും ഇത് പാകമായിട്ടുണ്ടാവും. മോസ്റ്റ്ലി പാകമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇതൊന്നും ഇപ്പൊ അടുത്തൊന്നും പാകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ അപ്പം നമ്മൾ ചെയ്ത് വെച്ചത് ന്യൂബോൺ ബേബിയുടെ അത് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആയത്തിൻ്റെ പുതിയ ഡ്രസ്സുകളും മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പഴയത് ഞാൻ ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ ഇതിലേക്ക് ഇതിലേക്ക് ഡംപ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ഞാൻ ആക്ച്വലി വിചാരിച്ച് ഇത് ജസ്റ്റ് മടക്കി വെച്ചാൽ മതി, പെട്ടിയിൽ ജസ്റ്റ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇങ്ങനത്തെ ബാഗ്സ് വേണ്ടി വരും, സിപ്പ് ലോക്ക് ബാഗ്സ് വേണ്ടി വരും. സോ ഞാൻ ഇവളുടേതും ഇവിടെ കുറച്ചുകൂടി ഇരിക്കേണ്ടത് പോലത്തെ ബാഗ്സുകൾ. അപ്പം ഞാൻ ആയത്തിൻ്റെ പഴയതും ഏതായാലും ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഞാൻ ഇന്നലെ ഇതിലേക്ക് എടുത്തിട്ട ഡ്രസ്സുകളൊക്കെ മടക്കിയിട്ട് ഇതിനകത്ത് വെക്കാൻ പോകണം. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയത്തിൻ്റെ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് ഷൂസ്, കുറച്ച് ഷാംപൂ അങ്ങനത്തെ സാധനങ്ങൾ എടുക്കാനുള്ളത്. പിന്നെ
അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തിൻ്റെ സെഷൻ ഫുള്ള് കഴിയും. സോ യെസ്, നമ്മൾ ന്യൂ ബോൺ ബേബിയുടെ ഐറ്റംസും അതുപോലെ തന്നെ ആദ്യത്തിൻ്റെ കുറച്ച് ഐറ്റംസ്, പുതിയ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആദ്യത്തിൻ്റെ കുറച്ച് പുതിയ ഡ്രസ്സുകൾ, പിന്നെ ഇതിലാണ് ഞാൻ നേരത്തെ പഴയ ഡ്രസ്സുകൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇതിൽ ആക്ച്വലി ഇനി സ്പേസിന് കുറച്ച് തിരുമ്പിട്ട് ഉണങ്ങി കിട്ടാനുണ്ട്, അപ്പോൾ അതും കൂടി വെക്കാനുണ്ടായിരിക്കും അതിൽ. പിന്നെ ഇതിൽ ഞാൻ ആദ്യത്തിൻ്റെ ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിലാണ് അവളുടെ മോയ്സ്ചറൈസറും പിന്നെ അതുപോലെ തന്നെ ഹെയർ സെറം അങ്ങനത്തെ ഐറ്റംസും ഇത് മോസ്റ്റ് പ്രോബബ്ലി ഞാനിപ്പോൾ ഇതിൽ വെക്കില്ല, കാരണം അവൾക്ക് പോണ സമയത്ത് റെഡി ആവാൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആദ്യത്തിൻ്റെ ഓൾമോസ്റ്റ് അല്ല, ആദ്യത്തിൻ്റെ കഴിഞ്ഞു. പിന്നെ ഇനി ഇതിൽ ആക്ച്വലി ഇനിയും സ്പേസ് ഉണ്ട്. ആ സൈഡിലില്ല ഒബ്വിയസ്ലി, ഈ സൈഡിൽ ആക്ച്വലി ഇനിയും സ്പേസ് ഉണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ടൈറ്റ്ലി പാക്ക് ചെയ്യാനുണ്ടാവും. ഇത് കുറച്ച് സത്യങ്ങൾ പറയാം. ഞാൻ വിചാരിച്ച ആ ഒരു വലിയൊരു പെട്ടിയിൽ എൻ്റെ മായത്തിൻ്റെയും ഫുള്ള് കൊള്ളിക്കാമെന്ന് വിചാരിച്ച എനിക്ക് ആകെ കൂടെ അതിൽ ന്യൂ ബോൺ ബേബിയുടെ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആയത്തിൻ്റെ ഐറ്റംസും ആക്ച്വലി ആയത്തിൻ്റെ ഐറ്റംസും ന്യൂ ബോൺ ബേബിയുടെ ഐറ്റംസും അവരുടെ രണ്ടുപേരുടെ ഐറ്റംസും മാത്രം വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ലൈക്ക് ലിറ്ററലി എവ്രിതിങ്, ഡ്രസ്സ് മാത്രമല്ല ഷൂസ് കാര്യങ്ങളെല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസേഴ്സ് അങ്ങനത്തെ ഇവർക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടാവും നാട്ടിൽ പോകുമ്പോൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും വെച്ചിട്ട് ഒരു വലിയ പെട്ടി. എനിക്ക് തോന്നുന്നു മിക്കവാറും വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 months കഴിഞ്ഞിട്ടൊക്കെ മോസ്റ്റ് പ്രോബബ്ലി ഇൻഷാല്ലാ അങ്ങനെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ഓവർ പാക്ക് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ഇനി അതിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എന്നാലും മാക്സിമം ഞാൻ ഇവിടെ വെക്കാൻ പറ്റുന്നിടത്തോളം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല കുറേ ഡൊണേറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഒരു വലിയ സിപ്പ് ലോക്ക് കവർ നിറച്ച് ഡൊണേറ്റ് ചെയ്യാനുള്ളതുണ്ട്. സോ എനിവേസ് ഇനി നെക്സ്റ്റ് അപ്പോൾ ആയത്തിൻ്റെയും ന്യൂ ബോൺ ബേബിയുടെ ഒക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എൻ്റെ പാക്ക് ചെയ്യാം. ഹലോ, അപ്പോൾ ഇന്നലെ മോളുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ കൂടി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഹസ്ബൻഡ് കട പോയി, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ, കാരണം ഭയങ്കര നല്ല ക്ലൈമറ്റ്. ഈ 1 week ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ, എന്തായാലും അൽഹംദുലില്ലാ ഒരു 1 week കിട്ടി. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള തണുപ്പ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ തോന്നുന്ന ഒരു ടൈപ്പ് വെതറായിട്ടുണ്ട് ഇവിടെ. അടുത്തൊക്കെയുള്ളത് നമുക്ക് മെഡിസിൻസ് എടുത്തേക്കാനുണ്ട്. അപ്പോൾ എനിക്ക് പ്രഗ്നൻസിയിലുള്ളതും ആയത്തിൻ്റെ അതുപോലെ തന്നെ അജുനും എസെൻഷ്യലായിട്ട് വരുന്ന കുറച്ച് മെഡിസിൻസ് എടുത്ത് വെക്കാനുണ്ട്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. കമോൺ അത് മമ്മ ഇതെടുക്കട്ടെ. ഇതാണ് കേട്ടോ മെഡിസിൻ ബോക്സ്. ഇത് കണ്ട മെഡിസിൻ മാത്രമല്ല വേറെ എന്തൊക്കെയും ഉണ്ട് തോന്നുന്നു. ഈ ഒരു സംഭവം എൻ്റെ അയേൺ ആണ്. എനിക്ക് അയേൺ സപ്ലിമെൻ്റ് എടുക്കാനുള്ളതാണ്. പക്ഷേ ഒരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റ്സ് ആയിരുന്നു. യൂഷ്വലി ടാബ്ലറ്റ്സ് നമുക്ക് എഴുതി തരിക, പക്ഷെ എനിക്ക് എൻ്റെ ഇൻഷുറൻസ് അപ്രൂവ് ആയില്ല. അപ്പോൾ ഇതാണ് അപ്രൂവ് ആയത്. ഞാൻ തീരെ ഓർത്തേയില്ല. ഇത് ഭയങ്കര ലൈക്ക് ടാബ്ലറ്റ്സ് കഴിക്കുന്ന പോലെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റില്ല. ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് യൂഷ്വലി ടോണിക്സിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഛർദ്ദിക്കാൻ വരും അങ്ങനെ. അപ്പോൾ ലൈക്ക് 2 times എടുക്കാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഒരു 3 bottles എന്തായാലും നമുക്ക് എടുക്കേണ്ടി വരും. ഇതെന്തിനാണ് ഇത്ര അധികം എനിക്ക് തന്നിരിക്കണമെന്ന് അറിയില്ല. 4 അല്ല 5
ബോട്ടിലാണ് എനിക്ക് തന്നിട്ടുള്ളത്. എനിവേസ് അപ്പോൾ അതെടുക്കാനുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ എന്താ പരിപാടി ഇവിടെ 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 അതുമ്പോ പോയി പിടിക്കാൻ പറ്റൂല. നോക്കി നോക്കി ഇതിലെന്താ നോക്കി ഇതിലെന്താ വാട്ട് ഈസ് ഇൻസൈഡ്? ആയിട്ട് നോക്കി നോക്കി ഇതില് നോക്ക്, ഈ പെട്ടിയിൽ നോക്ക്. നോക്കി ഇതൊക്കെ എന്താ? അപ്പോൾ പാക്കിങ്ങിൻ്റെ നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സസ് എല്ലാതും പുതിയത് പഴയത് പിന്നെ ടവൽ പ്രയർ ഡ്രസ്സ് എല്ലാതും ഇതിൽ വെച്ചിട്ടുണ്ട്. എല്ലാതും ഇതിൽ ഈ ഒരു ഭാഗത്ത് സെറ്റാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാഗാണ് ഞാൻ യൂഷ്വലി ആയത്തിന് ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും ആയത്തിൻ്റെ എല്ലാതും ഡ്രസ്സ് ഡയപ്പേഴ്സ് ആൻഡ് എവറിത്തിങ് ഒരു ഡയപ്പർ ബാഗ് പോലെ ഞാൻ വെക്കാറ്. വലിയ ബാഗാണിത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം എനിക്ക് വെയിറ്റ് എടുക്കാൻ സീനാണ്. അപ്പോൾ ഐ തോട്ട് ഞാൻ ചെറിയ ബാഗിലേക്ക് ചെറിയൊരു ഹാൻഡ് ബാഗ് ഉണ്ട്. ചെറുത് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസുള്ള ഒരു സ്ലിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ പോയി എന്തായാലും ഇതായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക മോസ്റ്റ്ലി. ഞാൻ കൂടുതലും ആയത്തിന് ഡയപ്പർ ബാഗ് പോലെ യൂസ് ചെയ്യുന്ന ബാഗാണിത്. പിന്നെ ഇതിൽ ഓർണമെൻറ്റ്സ്, ഞങ്ങളുടെ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റിങ്സ് ആൻഡ് ഇപ്പോൾ ആയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബണ്ണ്, അതുപോലെ തന്നെ ക്ലിപ്സ് ആൻഡ് എവറിത്തിങ് അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ. ആൻഡ് ഇവിടെ നമ്മളുടെ മേക്കപ്പ് കിറ്റ്, മേക്കപ്പ് ബാഗ്, മോയ്സ്ചറൈസേഴ്സ് ആൻഡ് എവറിത്തിങ് ഇതിൽ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് ഇത് എൻ്റെ ഷോളുകളാണ്, ഷോള് സെറ്റാണ്. അപ്പോൾ അങ്ങനെ അത്ര ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെക്കാനുള്ളത്, എനിക്കിനി ആകെ വെക്കാനുള്ളത് എൻ്റെ ഷൂസാണ്. ഷൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോകുന്നത്, ഞാൻ പോകുമ്പോൾ ഇട്ടിട്ട് പോവാ. തൂ എന്താ കഴിക്കണേ? സോറി ഗൈസ്. ഒരു ഷൂ ആയിരിക്കും ഇട്ടിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ എനിക്കൊരു മേ ബി ഞാൻ ക്രോക്സ് എടുക്കുന്നുണ്ടാവും. ആൻഡ് വേറെ ഏതെങ്കിലും ക്രോക്സ് മാത്രം എടുക്കുന്നുണ്ടാവുള്ളൂ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തേക്ക്. അപ്പോൾ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ മമ്മനെ മടി നമുക്ക് പറയാം. ഞാൻ ആക്ച്വലി ഷൂറാക്കിൻ്റെ അടുത്ത് വന്നിട്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷൂ പ്ലീസ്. സോ ഇന്നലെ രാത്രി ഞങ്ങൾ പൂവല്ലടി മമ്മൻ്റെ മടിയിലേക്ക് ഒരു കാര്യം പറയാനും നമുക്കൊരു കാര്യം. സോ ഇന്നലെ രാത്രി ഇക്കാൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ മീൻസ് ഹസ്ബൻഡ് ഇക്കാൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചെത്താൻ ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അല്ലേ, ലേറ്റ് ആയില്ലേ? അപ്പോൾ എന്തായാലും ലേറ്റ് ആയാലും ഞാൻ വന്നിട്ട് ഷൂറാക്കൊന്ന് സെറ്റ് ചെയ്യണം. കൊണ്ടുപോകാനുള്ള ഷൂ എടുത്ത് വെക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. സോ ഗോയിങ് ടു ഡു നൗ. ഉള്ളിൽ ആനിമൽസിൻ്റെ അതിൽ ഇട്ടോ. ആനിമൽസ് എവിടെ? ആയത്തിൻ്റെ ആനിമൽസ് എവിടെ? Put it inside. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം വരുള്ളൂ. നാട്ടിൽ എപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് വീട്, ഇവിടുത്തെ റൂം മസ്റ്റായിട്ട് ക്ലീൻ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയാൽ ഒരു തരം ബുദ്ധിമുട്ടാവും. അതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷൂറാക്കൊക്കെ ഇരിക്കുന്നത് ആകെ വൃത്തിയുടായിട്ടാണ്. ഞാൻ വൺസ് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഷൂസ് എടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഷൂറാക്ക് ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാത്രേ ഉള്ളൂ. അതുവരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ മോസ്റ്റ്ലി എല്ലാ പണികളും ഇവിടുത്തത് തീർത്തിട്ട്, പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് വരെ. ഇപ്പം ഞാൻ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഞാൻ എൻ്റെ കബോർഡ് ഷെൽഫ്സൊക്കെ കംപ്ലീറ്റ്ലി ഓർഗനൈസ് ചെയ്ത്, ഞാൻ ആക്ച്വലി വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എടുക്കണം എന്ന് വിചാരിച്ചൊന്നും നടന്നിട്ടില്ല എൻ്റെത്. അപ്പോൾ ആ പരിപാടികളും കബോർഡിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഇട്ടിട്ട് നാട്ടിൽ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ വട്ടം പോകുമ്പോഴും ഇത് നടക്കുന്ന കാര്യം. എപ്പോഴും ഷൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പ്ലേസിൽ തിരിച്ച് വെക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർഗനൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ കേസിലെന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഞങ്ങൾ വെക്കാൻ ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഷൂറാക്ക് തൊട്ട് നോക്കിയിട്ടില്ല.
ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ ഓർഗനൈസ്ഡ് അല്ലാണ്ടാണ് ഇരിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ ഓർഗനൈസ് ചെയ്യാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലെത്തി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നല്ല കാക്കടയും കിളിയുടെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കാനുണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ. വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യണത്, ഇപ്പോൾ ബേബി ഉണ്ട്, പ്രഗ്നൻ്റ് ആണ്, എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിലാണ് ആക്ച്വലി എനിക്ക് ബുദ്ധിമുട്ട്. ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് അത്ര വലിയ പണിയുള്ള കാര്യങ്ങളൊന്നുമല്ല ആക്ച്വലി. എന്നെ ഭയങ്കര ക്ലംസി ആയിട്ട് കിടക്കുന്നതൊന്നല്ല. ജസ്റ്റ് ഇപ്പോൾ ഷൂറാക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ വാർഡ്രോബ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും വലിയ മെനക്കെട്ട് നിന്നിട്ട് അത്രയും കച്ചറായി അല്ലെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായില്ല. ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പം ആ ബേസിക്കായിട്ടുള്ള സാധനം തന്നെ എനിക്ക് ചെയ്ത് വെക്കണം. ഇപ്പം ഞാനൊരു വൈറ്റ് സ്നീക്കേഴ്സ് കാണിച്ചില്ലേ, അത് ഞാൻ റാൻഡമായിട്ട് ഓൺലൈൻ എടുത്തതാണ്. അത്ര ബ്രാൻഡഡ് ഒന്നല്ല. അപ്പോൾ അത് ആക്ച്വലി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും അജുനെ കളിയാക്കാറുണ്ട്. ദഫ് മൂട്ടിന് പോണ ഷൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കാറുണ്ട്. ഞാൻ വല്ലാണ്ട് അങ്ങനെ എനിക്കിപ്പോൾ ആക്ച്വലി ടൈറ്റാണ്. ഈ സമയത്ത് എനിക്ക് കുറച്ച് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വല്ലാണ്ട് അത് യൂസ് ആക്കുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം എനിക്ക് കുറച്ച് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്, കുറച്ച് ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കുമ്പോൾ തന്നെ ടോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ആകെ കൺഫ്യൂസ്ഡാണ് ഈ കാര്യം പറഞ്ഞില്ലേ എന്നുള്ളത്. Atu, come on. Hi, Bara. Hi, Bara. എൻ്റെ ഈ വ്ളോഗ് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യുക. ഭയങ്കര ക്ലംസിനെസ് ഉണ്ട് വീഡിയോക്ക്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരേ സ്ട്രെച്ചിൽ നിന്നിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല. പാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒരേ സ്ട്രെച്ചിൽ നിന്നിട്ട് എല്ലാം പറയാനും പറ്റുന്നില്ല. ആയത്തിങ്ങനെ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് പോവും. അപ്പോൾ വീഡിയോ അവിടെ കട്ട് വരും. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കാരണം എനിക്ക് പാക്കിങ്ങും കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും ആയത്തിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് കുറച്ച് ടാസ്ക് പരിപാടിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ആക്ച്വലി എടുത്ത് വെച്ചിട്ട് ഒരു 2 weeks ആയിട്ടുണ്ടാവും. നാട്ടിലേക്ക് വരുന്നതിലും 2 weeks മുന്നേ ഞാൻ ഇതെൻ്റെ വാർഡ്രോബ് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത്. ഞാനിത് ആക്ച്വലി ഓർഗനൈസ് ചെയ്യുന്ന വേറെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പക്ഷേ എനിക്കത് നടന്നില്ല. ബാക്കി വീഡിയോസ് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ പറ്റിയില്ല. അപ്പോൾ കുറച്ചെടുത്തത് ഞാനിതിൽ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇൻബിൽറ്റ് കബോർഡാണ് കേട്ടോ. ഇതിൽ ഏറ്റവും മുകളിലത്തെ ഷെൽസിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ട്രോളീസ്, സ്യൂട്ട് കേസസ്, നമുക്ക് എപ്പോഴും എടുക്കാൻ എപ്പോഴും യൂസ്ഫുൾ അല്ലാത്ത ഐറ്റംസൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെ കാണുന്ന ബാഗ്സ് ഉണ്ടല്ലോ, 2 വൈറ്റ് സിബുള്ള ബാഗ്സിൽ ഞാൻ ഒന്നിൽ ബെഡ്ഷീറ്റ്സും അതുപോലെ തന്നെ മറ്റേതിൽ ബ്ലാങ്കറ്റ്സും ആണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഓൾറെഡി ഓർഗനൈസ്ഡ് ആണ്, പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ആക്ച്വലി ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ ഷോളും അതുപോലെ തന്നെ ബാഗ്സും വെക്കുന്നത് ആകെ ക്ലംസി ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെയെങ്കിലും വന്നതിന് ഷോൾ അങ്ങനെ ഇടും. അപ്പോൾ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ ഹാങ്ങറിൽ ലൈക്ക് എന്തൊക്കെയോ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. റീഅറേഞ്ച് ഇൻ ദ സെൻസ് വാഷ് ചെയ്യാനുള്ളതാണോ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ടായിരുന്നു. അത്രേ ഉള്ള കാര്യമായിട്ട് ഈ ഒരു ഇതിൽ ചെയ്യാനുള്ളത്. ഈ ഹാങ് ചെയ്ത അതേ ഷെൽഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്രേ കളർ ബാഗ്, വലിയ സിപ്പ് ലോക്ക് ബാഗ് കാണാൻ പറ്റും. അതിൽ ആക്ച്വലി അതിൻ്റെ ബോട്ടം വെയർ പാൻസും സംഭവങ്ങളൊക്കെയാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഈ ഷെൽഫ് ഹാങ്ങിങ് പോർഷനുള്ളത് ഫുള്ളായിട്ടായിരുന്നു. ഞങ്ങളത് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് എക്സ്ട്രാ ഒരു പ്ലേസും കൂടി കിട്ടുമല്ലോ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ എൻ്റെ പുതിയ ഡ്രസ്സസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ റൂമിലേക്ക് ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ലൈക്ക് ഡ്രസ്സിങ് കൺസോൾ ടേബിളും പിന്നെ അതിൻ്റെ കൂടെ മിറർ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റീൽസിലോ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവാം അത് ആ ഒരു ഏരിയ. അതുപോലെ തന്നെ അതിൽ ഫുള്ള് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടില്ല. അതോട് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇൻഷാല്ലാ തിരിച്ച് ദുബായിലേക്ക് ഞാൻ പോയി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതൊക്കെ കാണിക്കുന്നുണ്ടാവുക. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു വെറും ഡ്രോയേഴ്സ് മാത്രം വരുന്നൊരു ജസ്റ്റ് ഒരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട്.
നമ്മൾ ന്യൂ ബോൺ ബേബിയുടെ ഐറ്റംസൊക്കെ ഇനി സ്റ്റോർ ചെയ്യാനൊക്കെ സ്പേസ് വേണമല്ലോ. സോ അതുകൊണ്ട് പിന്നെ ബാഗ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ ബാഗ് ഓർഗനൈസേഴ്സ് കിട്ടും. പക്ഷേ ഇവിടെ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ വെക്കും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഹാങ്ങർ പോലത്തെ ഒരു ഐറ്റം ഉള്ളത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ അതിലിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ബാഗ്സ് കേട്ടോ. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എൻ്റെ എല്ലാ ബോട്ടം വെയേഴ്സും എനിക്ക് പാകമില്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ ക്ലംസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാഗിൽ ഞാനെല്ലാം സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം ഇനി പ്രഗ്നൻസി കഴിഞ്ഞാൽ പിന്നെയും യൂസ് ചെയ്യാണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നത് ഇത്ര വീഡിയോ എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ നമുക്ക് തിരിച്ച് ബാക്ക് ടു നമ്മുടെ പാക്കിങ്ങിലേക്ക് തന്നെ പോവാം. പിന്നെ ഞാൻ മുന്നേ കാണിച്ചത് ഞാൻ മെഡിസിൻസ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ പകുതിക്ക് വെച്ച് സ്റ്റോപ്പായി വീഡിയോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രൈപോഡ് സ്റ്റാൻഡ് ഞാൻ ഇരുന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് ട്രൈപോഡ് സ്റ്റാൻഡ് വെക്കുന്ന അതേ ഹൈറ്റിലാണ് ആയത്ത്, ട്രൈപോഡ് സ്റ്റാൻഡിൽ ഫോൺ ഇരിക്കുന്ന അതേ ഹൈറ്റിലാണ് ആയതിന് സുഖമായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഫോണിൽ. അപ്പോൾ ആൾ വന്നിട്ട് ഫുൾ അതിമലായിരുന്നു കളി. സോ എനിക്ക് വീഡിയോ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ മെഡിസിൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സിപ്ലോ കവറായിട്ട്. ആക്ച്വലി ഇത് ഷീനിൽ നിന്ന് കിട്ടിയ കവറാണ്. ഞാൻ ഇങ്ങനത്തെ സിപ്ലോ കവർ കിട്ടിക്കഴിഞ്ഞാൽ കളയാൻ തോന്നില്ല. അപ്പം ഞാനിത് എന്തെങ്കിലും ആവശ്യം ഇനി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഇനിയിപ്പോൾ ഒരു വീട്ടിൽ വന്നിട്ട് കവർ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പണ്ട് ഉമ്മമാരൊക്കെ ഇങ്ങനെ കവറുകളൊക്കെ എടുത്ത് വെക്കില്ലേ, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആവാനായിട്ടുണ്ട്. നമുക്കൊരു 1 മണി 2 മണി പുലർച്ച ആ ടൈമിൽ ഇറങ്ങണം. പാക്കിംഗ് ഒക്കെ എൻ്റെയും ആയത്തിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. അജുവിൻ്റെ പിന്നെ അജു എപ്പോഴും ലേറ്റായിട്ട് പാക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കാണെങ്കിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് വേഗം പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് റിലാക്സും ചെയ്യാമല്ലോ. പക്ഷേ ഇന്ന് എനിക്ക് റിലാക്സ് ചെയ്യാൻ പോലും സമയം ഉണ്ടാവും എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം ഇന്ന് ആക്ച്വലി ഇവിടെ ഭയങ്കര ഭയങ്കര ഇതായിക്കണം. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഭയങ്കര എന്താണെന്നറിയില്ല, ഭയങ്കര ഫുൾ കോക്രോച്ച്. അതും കിച്ചണിലും ബാത്റൂമിലാണ് നന്നായിട്ട് കാണുന്നത്. അപ്പോൾ കിച്ചണിൽ നിന്നുള്ളതാണ് ഹാളിലേക്കും ഇതിലേക്കൊക്കെ വരുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇതുപോലെ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ. പക്ഷെ എന്നിട്ട് അതൊക്കെ പിന്നെ കുറേ കാലത്തിന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കെയർ ചെയ്തിരുന്നു. പിന്നെ എന്തോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് കാരണമൊക്കെ എനിക്ക് നോക്കാൻ വല്ലാണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒക്കെ വന്നതായിരിക്കാം. എനിവേസ് കൂടുതലുള്ളത് സീലിങ്ങിൻ്റെ മുകളിലേക്ക് എനിക്ക് തോന്നുന്ന ബിൽഡിങ്ങിലുള്ള പ്രോബ്ലമാണ് എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുണ്ടെന്നല്ല പറയണത്. എനിക്ക് ചെറിയ കുറച്ച് തന്നെ 1, 2, 3 കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര തീരെ ഇഷ്ടമല്ല. എനിക്ക് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുക്കിങ്ങിനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ഒന്ന് മരുന്നടിച്ചിട്ട് വേണം പോകാനെന്നുള്ളത്. സോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്താ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കിച്ചണിലുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഞാൻ കാർട്ടൻസ് വാങ്ങിച്ചിട്ടുണ്ട്. കാർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് റൂമിലെങ്ങാനും കൊണ്ടുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഒരു കിച്ചണിലും ബാത്റൂമിലും മാത്രം അടിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പോയി അജു എന്തായാലും വല്ലാണ്ട് കുക്കിംഗ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെക്കുന്ന സാധനങ്ങളൊക്കെ കാട്ടലിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ റീഅറേഞ്ച് ചെയ്ത് ഞാൻ വരുന്ന സമയത്ത് വെച്ചാൽ മതിയാവും ഇനി. കാരണം അജു പറഞ്ഞല്ലോ കുക്കിംഗ് വല്ലാണ്ട് അങ്ങോട്ട് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. സോ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് കാണുന്ന രീതിയിൽ കാട്ടലിൽ വെച്ചു കൊടുക്കണം. അജു ഒരു 10 ഡേയ്സിന് നാട്ടിൽ പോകുന്നുണ്ടാവുള്ളൂ, കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഞാൻ അപ്പോൾ എന്തായാലും ഇവിടുത്തെ സാധനങ്ങളെല്ലാം എല്ലാ കബോർഡ്സും ഞാൻ ഒഴിവാക്കി കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ കിച്ചണിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കാർട്ടണിൽ വെച്ചിട്ട് റൂമിലേക്ക് വെക്കാൻ പോവാണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ പാൽപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നട്ട്സ്, ചോക്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ പിന്നെ അജുവിൻ്റെ പണിയാണ്. അപ്പം അജു ചെയ്തോളും കാര്യങ്ങൾ. അജുവിൻ്റെ പാക്കിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ ഇതും ഉണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് ചെയ്യാം നമുക്ക്. ഇപ്പം ഇങ്ങനെ പാത്രങ്ങൾ ഓരോന്ന് എടുത്ത് വെക്കുമ്പോഴാണ് കുറേ കാലം മുന്നേ കാണാണ്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ അടിയിലിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് കിച്ചൺ യൂട്ടൻസിൽസ്
പോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളല്ല. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള പോട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പതുക്കെ സ്ലോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഉള്ള പാത്രങ്ങൾ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ആക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ടാവും, അല്ലാണ്ടുള്ളതും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് കുറേ മുന്നേ കാണാണ്ട് പോയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ. ഇങ്ങനെ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലാവണത്, ഇതിൽ ചില വീഡിയോസിന് ക്ലാരിറ്റി ഉണ്ട്, ചില വീഡിയോസിന് ഇങ്ങനെ ഗ്രെയിൻസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഒരേ ടൈമിലെടുത്ത വീഡിയോസ് ഇപ്പോൾ ഇതിൽ തന്നെ ഈ കിച്ചണിൽ ഇപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുന്ന വീഡിയോസിൽ തന്നെ ചില വീഡിയോസിന് ഗ്രെയിൻസ് ഉണ്ട്, ചിലതിന് ഗ്രെയിൻസ് ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ആക്ച്വലി അത് എടുത്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോസ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് നോക്കുന്നത്. അപ്പോഴാണ് എനിക്ക് വീഡിയോ ക്വാളിറ്റിക്ക് കുറച്ചൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് ചില വീഡിയോസിന്. ഞാൻ ആക്ച്വലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഇവിടെ പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഉണ്ട് പുറത്ത് ഇൻ ദ സെൻസ് സ്ലാബിൽ വെച്ചിട്ടുണ്ട്. മീൻസ് ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ഡ്രൈയിങ് ഷീറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പാത്രം കഴുകി കഴിഞ്ഞാൽ നേരെ അതിൽ ഡ്രൈ ആക്കാൻ വെച്ച്, അതിൽ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഈ ഷെൽഫിലേക്ക് വെക്കും. കാരണം ആക്ച്വലി ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നനഞ്ഞാതോടുകൂടി എനിക്കിതിൽ വെക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഭയങ്കര സ്മെല്ലടിക്കും. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് കച്ചറാവും. അപ്പോൾ ആ ഒരു ഇത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ എടുത്ത് വെക്കുള്ളൂ. പിന്നെ ഇനി ഡ്രൈ ആയതിന് ശേഷം ഞാൻ എടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്ലാബിൽ അധികം സാധനങ്ങൾ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാതും ഉണങ്ങി കഴിഞ്ഞാൽ ഇതിനകത്ത് എടുത്ത് വെക്കാറുണ്ട്. അതാ ചെയ്യാറ്. ഇതിൽ കുറേ പാത്രങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ, ഞാൻ പറഞ്ഞിരുന്നില്ല ഇതേ ബിൽഡിങ്ങിലായിരുന്നു, അവരിപ്പോൾ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയി. അപ്പോൾ ആ സമയത്ത് കുറേ പാത്രങ്ങൾ ഉമ്മ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ പാത്രങ്ങളുണ്ട് ഇതിൽ ആക്ച്വലി. ഇതൊക്കെ ഉമ്മ തന്ന പാത്രമാണ്. ഇത് അടിപൊളിയായിട്ടാണ്, പത്തിരി ചൂടാനൊക്കെ ദോശ ഒക്കെ അടിപൊളി സാധനമുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളെടുത്തിട്ട് ഇതുപോലെ കാർട്ടണിലാക്കിയിട്ട് ഒരു 4 കാർട്ടൺ ഉണ്ട് മൊത്തം. ഇനിയും ആക്ച്വലി അതിൽ ഗ്ലാസ്സുകളും അങ്ങനത്തെ ആ അറ്റത്തുള്ള ഇതിൽ ഗ്ലാസും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ഐ തോട്ട് ഇനിയിപ്പോൾ അത് വെക്കാൻ കാർട്ടണും ഇല്ല. പിന്നെ വന്നു കഴിഞ്ഞ് ഇനി കഴുകിയിട്ട് അങ്ങനെ യൂസ് ആക്കാമെന്നുള്ളൊരു മൈൻഡിലാണ്. കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയത് അവിടെ ഇരിക്കുന്നുണ്ട്, അതിനി ഒന്ന് ഡ്രൈ ആയിട്ട് വേണം എടുത്ത് വെക്കാൻ. പിന്നെ അപ്പോൾ അതാ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതും ഇത് വേസ്റ്റ് കവേഴ്സാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതും കൂടി ഒന്ന് റൂമിലേക്ക് വെക്കാണ്ട് ഈ കാർട്ടണും ഇതും ബാക്കി വേസ്റ്റും കാര്യങ്ങളാണ് മൊത്തം താഴെ കിടക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഒരു 12:30 ഒക്കെ ആവുന്ന സമയത്ത് പെസ്റ്റ് കൺട്രോൾ ടീം വരും. എന്നിട്ട് ഇവിടെയും ബാത്റൂമിലടിക്കും. നമ്മളെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പോൾ ഇറങ്ങാനായി. നമ്മൾക്കൊരു 3-4 hours ഇറങ്ങണം. അപ്പോൾ നമുക്കൊരു 3 വലിയ പെട്ടിയുണ്ട്, പിന്നെ 2 ഹാൻഡ് ബാഗേജ് ഉണ്ട് 7 kg. പിന്നെ ആക്ച്വലി ആ കവറിൽ ഇരിക്കുന്നത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് പോണ വഴിക്ക് ഡൊണേഷൻ ബോക്സിലിടണം. പിന്നെ ആക്ച്വലി വിചാരിച്ചതിലും കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ നമ്മളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോളുടെ കുറച്ച് സാധനങ്ങളും അതുപോലെ കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെക്കാണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വെയിറ്റ് കറക്റ്റാണ്.
നമുക്ക് അങ്ങനെ വെക്കാനുള്ള എക്സ്ട്രാ സ്പേസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോന് കൂടെ ഞങ്ങൾ കൂടെ വരുന്നുണ്ട്. അവനക്ക് വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ആൾക്ക് ആകെ 7 kg ഉള്ളൂന്നാണ് പറയണത്. സോ ബാക്കി 30 kg ഇതിൽ ഈ കാർട്ടണിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത്, 30 ഇല്ല കേട്ടോ, 15 16 അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും, അപ്പോൾ ഞങ്ങളിത് അടച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ചെയ്തിട്ട്, ഐ മീൻ അതിലിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ക്ലോസ് ചെയ്യാലോ, പാക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. അപ്പോൾ അതും കൂടെയുള്ള പണി. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെയുള്ള പാക്കിങ്. പിന്നെ കുറേ നട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തത് അജോ പാക്ക് ചെയ്തത്. ഞാനതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തില്ല, ഞാൻ വേറെ പണിയിലും കാര്യങ്ങളിലായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതും, ഐ മീൻ എയർപോർട്ട് വ്ളോഗ് വേറെ, ട്രാവലിംഗ് വ്ളോഗ് വേറെ എടുക്കുന്നുണ്ടാവും ഇൻഷാല്ലാ. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ്.